ഹലോ ഗൈസ്, വിൻ്റർ ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാ ദിവസവും ഹോളിഡേ ഉള്ള സമയത്തൊക്കെ 9 o'clock കറക്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കും. ഡ്യൂട്ടി ഉള്ള ദിവസം ഒഴിച്ച് ഹോളിഡേ ഉള്ള ദിവസത്തിന് ഞാൻ ഒരിക്കലും അലാം വെക്കാതാണ് എഴുന്നേക്കുന്നത്. ഈ മാസം എനിക്കെല്ലാം 2 ദിവസം ഹോളിഡേ വെച്ചിട്ടാണ് വരുന്നത്. 2 ദിവസം ഹോളിഡേ ഉണ്ട്, അടുത്ത ദിവസം ഡ്യൂട്ടി. അങ്ങനെയാണ് എൻ്റെ ഈ മാസത്തെ ഡ്യൂട്ടീസ് എല്ലാം വരുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് അവധിയായിരുന്നു, ഇന്നും എനിക്ക് അവധിയാണ്. നാളെ എനിക്ക് വീണ്ടും ഡ്യൂട്ടി. നാളെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്ന് എനിക്ക് കുക്കിംഗ് ഒക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇത് ഞങ്ങളുടെ തൊട്ട് താഴെ ഇരിക്കുന്ന വീട്ടിലത്തെ ഗാർഡൻ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കപ്പോൾ പെട്ടെന്ന് അങ്ങ് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. എന്നത്തെയും പോലെ തന്നെ ഇന്ന് എനിക്ക് രാവിലെ എണീറ്റപ്പോട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇന്ന് രാവിലെ എന്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത്. കാരണം ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടോ വീട്ടിൽ പോലും ഇല്ല. ഇന്ന് അച്ഛൻ കൂടെ വീട്ടിലുള്ളതുകൊണ്ട് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്താലോ എന്നൊരു ചെറിയ പ്ലാനിങ് ഉണ്ട്. പക്ഷെ എല്ലാം നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഒരു ഓപ്ഷൻ ആയിരുന്നെങ്കിലും ദോശ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത്. കാരണം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സാമ്പാർ പൊടിയും ഇല്ല, സമ്മന്തി ഉണ്ടാക്കാനായിട്ട് മിക്സിയും ഇല്ലാത്ത അവസ്ഥ. ഉള്ളത് വെച്ച് ഓണം പോലെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. നോക്കിയപ്പോൾ മൈദ ഇരിക്കുന്നു, മുട്ടയിരിക്കുന്നു. എന്നാൽ പിന്നെ ഒരു ചെറിയ രീതിയിൽ അങ്ങോട്ട് പാൻ കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് ഞാനും അച്ഛനും ഒരു കാര്യത്തിൽ കോമണാണ്. ഞങ്ങൾക്ക് ഈ റിപ്പീറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നതിനകത്ത് ഒട്ടും താല്പര്യമില്ല. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ റിപ്പീറ്റേഷൻ വരുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമായിരിക്കും. ഇന്ന് വേറെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ബിസ്ക്കറ്റിൽ ഒതുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നെ എനിക്ക് എപ്പോഴും ഒരു കുക്കിംഗ് മൂഡ് ചെറിയ രീതിയിൽ കയറി വന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. ഇത്രയും ഞാൻ ചെയ്തോണ്ടിരുന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പണികൾ ഞാൻ ചെയ്തപ്പം ആ പാൽ ഇതുവരെ തിളച്ചിട്ട് പോലുമില്ല. എന്നാൽ ഗ്യാസ് ഓണുമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒന്ന് ഇളക്കി നോക്കിയപ്പോഴാണ് ഏകദേശം തിളയ്ക്കാറായി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ കോഫിയൊക്കെ ഇങ്ങ് റെഡിയായി. ഈ ഒരു കോഫിയുടെ മണം വരുമ്പോഴായിരിക്കും അച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അച്ചു എഴുന്നേൽക്കും കേട്ടോ. പക്ഷെ ആ ടൈമിലൊക്കെ അച്ചു ഫോണിലായിരിക്കും. കോഫിയുടെ ഒരു മണം വരുമ്പോഴത്തേക്കും ഫോണിൽ നിന്ന് പതുക്കെ മാറ്റി എണീറ്റ് വന്നിട്ടായിരിക്കും പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ ഹോളി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി റെയറായിട്ട് കാണുന്നൊരു കാര്യമാണ് എൻ്റെ കാട്ടും മുന്നേ അച്ചു എഴുന്നേറ്റ് വരുന്നത്. ഷെഫീൽഡ് മിക്ക സമയത്തും അങ്ങനെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇതുവരെ നടന്നിട്ടേ ഇല്ല. അപ്പോൾ ബാക്ക് ടു ആ ബ്രേക്ക്ഫാസ്റ്റ്, പാൻ കേക്ക്. ഞാൻ ആദ്യം മൈദയും മുട്ടയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കോഫിയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പം കുറച്ച് ഉപ്പ്, സിനമൺ പൗഡറും വാനില എസൻസും ഷുഗറും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സിനമൺ പൗഡർ ഓപ്ഷണൽ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും അത്ര ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. പക്ഷെ ഞാൻ രസത്തിന് വേണ്ടി ജസ്റ്റ് ഒരു കുറച്ച് മാത്രമേ ഞാൻ ഇടാറുള്ളൂ, ആ ഒരു ചെറിയ ടേസ്റ്റ് ഒന്ന് കിട്ടാനായിട്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, ബനാന ഇല്ല, ബ്ലൂബെറി ഇല്ല, സ്ട്രോബെറി ഇല്ല, ഹണി ഇല്ല, ഇത്രയും സാധനങ്ങളില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ പാൻ കേക്ക് ഒരു സിമ്പിൾ പാൻ കേക്ക് ആയി പോകുന്നു. പക്ഷെ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യണ്ടേ. അപ്പം നമുക്ക് എന്തായാലും ഒരു പാനൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആ മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുക്കിങ്ങിന് സമയത്ത് കിച്ചണിലെ വിൻഡോസൊക്കെ തുറന്നിടാറുണ്ട് കേട്ടോ. തണുത്ത് വരച്ചിട്ടാണ് കുക്കൊക്കെ ചെയ്യാറുള്ളത്. കാരണം ഇപ്പോഴത്തെ തണുപ്പിനൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് കാറ്റൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം UK സ്റ്റോം പ്രൊഡക്ഷൻ കാരണം UK ഫുള്ളങ്ങ് റെഡ് അലേർട്ടിലായിപ്പോയി. അന്ന് എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസം കൂടെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ കുറേ ഡ്രസ്സസ് അങ്ങോട്ട് ലെയർ ചെയ്തിടുന്നത്. എനിക്ക് ഈ ലെയർ ചെയ്ത ഡ്രസ്സുകൾ ഇടുന്ന പരിപാടികൾ ഇഷ്ടമേ അല്ല. തണുപ്പ് എനിക്ക് ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റും ആണെങ്കിലും ചില സമയത്ത് എനിക്ക് ഇഷ്ടമേ ഇല്ലാത്തൊരു ക്ലൈമറ്റായിട്ട് തന്നെ തോന്നും. ഈ തണുത്ത കാറ്റ് കടിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഓർക്കും ഒന്ന് മൂടി പൊതച്ച് കിടന്നങ്ങ് ഉറങ്ങിയാലോ എന്ന്. പക്ഷെ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ വീട്ടിലെ പണികളൊന്നും നടക്കത്തില്ലല്ലോ. അപ്പം പതുക്കെ എൻ്റെ പാൻ കേക്ക് അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ മുകളിൽ ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു വെച്ചേക്കുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ പാൻ കേക്ക് കാണാൻ? നല്ല രസമല്ലേ? ചില സമയത്ത് തമാശയ്ക്കായിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, കണ്ടോ ഇങ്ങനത്തെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഭാര്യമാർ ചെയ്തു കൊടുക്കുമോ എന്നുള്ളത്. ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി പതുക്കെ അങ്ങോട്ട് ലഞ്ച് പ്രിപ്പറേഷൻസിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് പതുക്കെ അരിഞ്ഞിട്ട് ബാക്കി കാര്യത്തിലോട്ട് പോകാമെന്ന് വെച്ചു. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്ന കറിയാണ് പരിപ്പ് കറി. ഞാൻ പണ്ട് ആദ്യമായിട്ട് പരിപ്പ് കറി വെച്ച സമയത്ത് നീണ്ടിരിക്കുന്നൊരു കറിയായിരുന്നു അത്. എൻ്റെ പപ്പയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒഴിച്ച് അങ്ങ് കൊയിറ്റിൽ വരെ എത്തുന്നൊരു കറി. പപ്പയ്ക്കും എനിക്കും കുറച്ച് ചാറൊക്കെ വരുന്ന കറികളാണ് ഇഷ്ടം. പക്ഷെ മമ്മിക്കാണെങ്കിൽ കറികൾ കുറച്ച് കുറുകിയിരുന്നാലേ പറ്റത്തുള്ളൂ. അന്ന് തൊട്ട് ഈ ഒരു വീട്ടിൽ വരുന്നവരെ ഞാൻ പരിപ്പറി അങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്.
ഈ ഒരു വീട്ടിൽ വന്ന ശേഷം അച്ചുവാണ് ആദ്യമായിട്ട് പരിപ്പറി വെച്ചത്. അച്ചു വെച്ച ആ പരിപ്പറി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പാടില്ലല്ലോ. അച്ചു അങ്ങനെ പരിപ്പറി വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന്. അങ്ങനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അന്ന് തൊട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപ്പറി സക്സസ് ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ പരിപ്പറിക്കുള്ള പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഞാൻ പരിപ്പിടുന്നത് വളരെ കുറച്ചായിരുന്നു. ലിറ്ററലി സ്പീക്കിംഗ് പരിപ്പറിക്കകത്ത് കുറച്ചും കൂടെ ഒന്ന് പരിപ്പിട്ട് കഴിഞ്ഞാൽ വാട്ടറി ആവാവുന്ന ആ ഒരു ടെക്സ്ചറിൽ നിന്ന് മാറി കിട്ടും. എൻ്റെ മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ കറികളും ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കിയിട്ടേ ഇല്ല. കാരണം ഇന്നലെ നമ്മൾ ഈ വീട്ടിൽ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. മിനിഞ്ഞാന്ന് അച്ചുവാണ് ഈ വീട്ടിൽ ചിക്കൻ കറി വെച്ചത്. അപ്പോൾ ടൊമാറ്റോ ഉണ്ടോ ഗ്രീൻ ചില്ലി ഉണ്ടോ എന്നൊക്കെ അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് അരിയാന്ന് വെച്ചു. പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് കിടക്കുന്ന മഷ്റൂം കഴിഞ്ഞ ആഴ്ച മേടിച്ചൊരു സാധനമായിരുന്നേ. അപ്പോൾ ഇതുവരെ തുറന്നിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ ഇന്ന് മഷ്റൂമിൻ്റെ അടുത്ത് കുറച്ചൊക്കെ ഒന്ന് മസാല വെറൈറ്റി രീതിയിലൊന്ന് പുരട്ടി വെച്ചാലോ എന്ന്. എൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് മഷ്റൂമൊക്കെ കറിയൊക്കെ വെക്കായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം മഷ്റൂം അങ്ങനെ കറിയായിട്ട് കൂട്ടുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമല്ല. അച്ഛനാണെങ്കിൽ മഷ്റൂം വല്ലപ്പോഴൊക്കെ കൂട്ടുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ രീതിയിൽ ഫ്രൈ ഒക്കെ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളികളൊക്കെ അരിഞ്ഞ് അങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഷ്റൂംസ് ഞാൻ വെള്ളത്തിൽ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപ്പറിക്ക് തക്കാളിയും ഇല്ല, ഗ്രീൻ ചില്ലിയും ഇല്ല, മല്ലിയിലയും ഇല്ല. ഇത്രയും സാധനങ്ങളില്ലാത്തൊരു സിമ്പിളായിട്ടുള്ള പരിപ്പറിയാണ്. ഒരു ദിവസം അച്ചു കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ കിച്ചണിൽ കയറിയുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത്. ചില സമയത്ത് ഞാൻ തന്നെ ഓർക്കുക എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. ഒരു സാധനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. ഞാൻ ഒരിക്കലും ഒരു സാധനം തീരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഇല്ല. അതിന് മുന്നേ ഞാൻ എങ്ങനെയെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ടായിരിക്കും നോക്കുന്നത്. അച്ചു ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അല്ലെങ്കിലും പാർട്ട്നേഴ്സിനെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സെയിം സ്വഭാവമുള്ള കപ്പിൾസ് ആണെങ്കിൽ പിന്നെ ഒരു വൈബേ കാണത്തില്ലല്ലോ. ഇങ്ങനത്തെ ഒരു കപ്പിൾസ് ആണെങ്കിൽ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. പെപ്പർ പൗഡർ വരെ അച്ചു തീർത്തങ്ങ് വെച്ചു. ഈ ഒരു സാധനം ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എന്തെങ്കിലും ഒരു എമർജൻസി സമയത്ത് പെപ്പർ പൗഡർ ഇല്ലെങ്കിലെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ അതങ്ങ് എടുക്കാമെന്ന് വെച്ചു, കുറച്ചൊരു എരിവിന് വേണ്ടി. കുക്കറിൽ വെച്ചുണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഞാൻ കായപ്പൊടി ഇടാറുണ്ട്. കായപ്പൊടി ടേസ്റ്റ് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ വെറുതെ ഞാൻ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരുത്തണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇന്നത്തെ കുക്കിങ്ങോടെ തീരുവാണ്. ഈ ഒരു പേസ്റ്റ് ടെസ്കോയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. പക്ഷേ ചില സമയത്ത് ടെസ്കോയിൽ ഇത് അവൈലബിൾ പോലും അല്ല. വേറെ ചില കടകളിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞ് ബോട്ടിൽസിലായിട്ടായിരിക്കും അത് കിട്ടുന്നത്. അങ്ങനെ പരിപ്പിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ആ ഒരു ടൈമിൽ ഞാൻ ഓർത്തു തോരനിന് വേണ്ടി നമുക്കിന്ന് ഗ്രീൻ പയർ എടുത്താലോ എന്ന്. അങ്ങനെ കെറ്റിൽ ചൂടാക്കിയ ആ ഒരു വെള്ളത്തിൽ ഗ്രീൻ പയർ അങ്ങ് മുക്കി വെക്കാമെന്ന് വെച്ചു. പയറുകളിൽ നിന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പയറുകളാണ് ഗ്രീൻ ബീൻസും ഗ്രീൻ പയറും. ഗ്രീൻ ആയതുകൊണ്ടല്ല കേട്ടോ, എനിക്കെന്തോ പണ്ട് തൊട്ടേ ഈ രണ്ട് സാധനങ്ങൾ ഇഷ്ടമല്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള ലിസ്റ്റാണ്. എന്തൊക്കെ സാധനങ്ങളാണ് തീർന്നിട്ടുള്ളതെന്നുള്ള ഞാൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും അത് മറക്കത്തൊന്നുമില്ല. ഈ ലിസ്റ്റിനകത്തുള്ള സാധനങ്ങളും ലിസ്റ്റിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ വരെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഞാനും അച്ഛനും മേടിക്കും കേട്ടോ. അങ്ങനെ വെള്ളത്തിലിരുന്ന മഷ്റൂംസ് എല്ലാം ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് കുനുകുനാന്നറിയാം. കണ്ടോ, പുറകിൽ അച്ചു കാര്യമായിട്ട് എന്തൊക്കെയോ പണികൾ എടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ശ്രദ്ധയോടെ ഞാൻ അച്ചു ഒരു പണി എടുക്കുന്നത് ഞാൻ കണ്ടത്. ഈ എല്ലാ ആണുങ്ങൾക്കുള്ള ഒരു കഴിവെന്താണെന്നറിയോ, അവർക്ക് വെറുതെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കൊണ്ട് വെറുതെ ഇരിക്കുന്ന പരിപാടി നടക്കത്തേ ഇല്ലാത്തതാണ്. ഒരു ഹോളിഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ എന്നെ എൻഗേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ ചെയ്യാനായിട്ട് നോക്കുന്നത്. കുക്കിങ്ങിൻ്റെ ഒരു ഡേ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് കിച്ചണിലങ്ങ് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. എൻ്റെയൊക്കെ കൊച്ചിലെയും ഇപ്പോഴും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളാണ്. പണ്ടത്തൊക്കെ അമ്മച്ചിമാർ അടുക്കളയിലായിരുന്നു എപ്പോഴും ഒന്ന്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഫുൾ ടൈം അടുക്കളയിലായിരുന്നു. ആ ഒരു പരിപാടി കൊച്ചിലെ തൊട്ടേ എനിക്ക് വേണ്ടാന്നായിരുന്നു. കിച്ചൺ ഡ്യൂട്ടി എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. എന്നാൽ പല പല കാര്യങ്ങൾ ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും പിന്നെ എന്തിനാ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതെന്ന്. എൻ്റെ സിറ്റുവേഷനാണ് ഗൈസ്. ചില സമയത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിനക്ക് ഈ കുക്കിംഗ് ചെയ്യാതെ ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് അടങ്ങിയിരുന്നൂടെ എന്ന്. അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്ത് റിപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വേൾഡ് ഒന്ന് ചേഞ്ച് ആവുമെന്ന്. കാരണം എൻ്റെ ബ്ലഡിൽ ഈ അടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. അപ്പോൾ ബാക്ക് ടു ആ ടോപ്പിക്, ലഞ്ച് പ്രിപ്പറേഷൻ. അങ്ങനെ കുക്കറിൻ്റെ വിസിലൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പരിപ്പറിക്കുള്ള ആ ഒരു കടുകിനെ അങ്ങ് വറുത്തെടുക്കാം. പണ്ടൊക്കെ ഞാൻ ഈ കടുക് പൊട്ടിക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വരട്ടിയൊക്കെ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊക്കെ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് കുറച്ച് കടുകും ജീരകവും കുറച്ച് ഉണക്കമുളകും കുറച്ച് കറി ലീഫും കൂടി ചേർത്തിട്ടായിരിക്കും ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്നത്. പിന്നെ എപ്പോഴൊക്കെ ഞാൻ കടുക് പൊട്ടിച്ചാലും ആ കടുക് പൊട്ടിക്കുന്ന ആ ഒരു പാത്രത്തിന് അടപ്പ് വെച്ച് ഞാൻ അന്ന് അടച്ചു വെക്കും. കാരണം കടുക് പൊട്ടി അതിലും തിറക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ അത് വീണ്ടും ക്ലീനൊക്കെ ചെയ്യേണ്ടി വരത്തില്ലേ. ക്ലീനിങ് മേഡ് സിമ്പിൾ.
ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് പരിപ്പറിക്കാത്തൊന്ന് ഒരിച്ചു കഴിഞ്ഞാൽ ആ സെയിം പാത്രം വീണ്ടും ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് മഷ്റൂം അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കാരണം വേറെ പാത്രം എനിക്ക് എടുക്കാനായിട്ട് വയ്യ. യൂഷ്വലി എല്ലാവർക്കും ഈ പാത്രം കഴുകലാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. പക്ഷെ എനിക്ക് അത്ര വലിയ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് പിന്നെ വേറൊരു പുതിയ പാത്രം എടുത്ത് അങ്ങനെ കുന്നുകൂടി കഴുകിയൊന്നും വെക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രം എടുക്കാതിരുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ സിങ്കിൽ പാത്രങ്ങളൊന്നും അങ്ങനെ നിറച്ച് വെക്കാറില്ല. കാരണം അപ്പം വരുന്ന പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം കഴുകി മാറ്റി വെക്കാറുണ്ട്. അതെല്ലാം നേരത്തെ കഴുകി കിട്ടിയേന പിന്നെ ആ ഒരു പരിപാടി തിരിഞ്ഞു നോക്കിയേ വേണ്ടല്ലോ. അങ്ങനെ പരിപ്പറി സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനെ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ കുക്കർ ഒന്ന് കഴുകിയിട്ട് വേണം ആ ഒരു സെയിം കുക്കറിൽ തന്നെ നമുക്ക് ഗ്രീൻ പയർ തോരൻ അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 2 അടുപ്പാണ് ഈ പ്രാവശ്യം ഞാൻ കത്തിച്ചിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മഷ്റൂം ഉണ്ടാക്കാനായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസം ഇരുന്നതല്ലേ, എന്നാൽ പിന്നെ ഇന്നെങ്കിലും അതിനൊന്ന് പുറത്തെടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ മഷ്റൂം ഉണ്ടാക്കുന്നത്. ഉള്ളി അരിഞ്ഞത് കുറച്ച് കൂടിപ്പോയാണ് ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ മഷ്റൂമിന് കുറച്ച് ഉള്ളിയൊക്കെ അങ്ങ് വെക്കാമെന്ന്. ഞാൻ കൊച്ചിലെ തൊട്ട് മാറ്റി വെക്കുന്നൊരു സാധനമാണ് ഉള്ളി. ഞാൻ എവിടെ നിന്നാണെങ്കിലും അത് പെറുക്കിയെടുക്കും. പക്ഷേ കറികളുടെ ഇടയിൽ നിന്നൊന്നും ഞാൻ പെറുക്കിയെടുക്കത്തേ ഇല്ല. ഈ ഫ്രൈ ആയിട്ടൊക്കെ ഉള്ളി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതൊക്കെ പെറുക്കിയെടുത്താലേ പറ്റത്തുള്ളൂ. ഗ്രീൻ പയർ തോരനും മഷ്റൂമിനും ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. മഷ്റൂമിന് ചെറിയ രീതിയിലൊരു ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വരട്ടെ എന്ന് ഓർത്തോടാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഗ്രീൻ പയർ എന്തായാലും അത് വേണമല്ലോ. ഈ ഒരു പേസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് വരെ വന്നിട്ടേ ഇല്ല. പയറിനെ ഞാൻ കുക്കറിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുക്കർ പയറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ആ ഒരു ടൈമിൽ നമുക്ക് മഷ്റൂംസിനെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പതിയെ കുക്കർ അടയ്ക്കാനായിട്ടുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഗ്രീൻ പയർ എടുത്ത് കാണിച്ചു കേട്ടോ അതെങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അതിനകത്ത് തേങ്ങാപ്പീരൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടായിരിക്കും വിസിൽ ഇട്ടടിക്കുന്നത്. ഇനിയിപ്പോൾ മഷ്റൂംസ് പതുക്കെ നമുക്ക് ആ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ വെറൈറ്റിക്ക് വേണ്ടി ഓൾ പർപ്പസ് സീസണിങ്ങും പിന്നെ ഇറ്റാലിയൻ സീസണിങ്ങും മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഈ പ്രാവശ്യത്തെ മഷ്റൂം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ഞാൻ നമ്മുടെയൊക്കെ തന്നെ മസാലകളാണ് ഇടുന്നത്. പിന്നെ ഈ പ്രാവശ്യം മഷ്റൂമൊക്കെ ഒന്ന് വെറൈറ്റി ടേസ്റ്റിലാവട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ ഒരു 2 മസാല പൊടീസ് മാത്രം ഞാൻ ഉണ്ടാക്കുന്നത്. ഓൾ പർപ്പസ് സീസണിങ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ ഉപ്പൊന്നും ഇടയേ വേണ്ട കേട്ടോ. കാരണം അതിനകത്ത് ഓൾറെഡി ഉപ്പുള്ളതാണ്. അങ്ങനെ പതുക്കെ മഷ്റൂം സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ പയറും സെറ്റായി വന്നിട്ടുണ്ട്. 2 സാധനങ്ങളും ഞാൻ ഓരോ പാത്രത്തിൽ മാറ്റി വെച്ചേക്കാണ്. ഇനി ഈ ഒരു പാത്രം എനിക്ക് എന്തെങ്കിലും കഴുകിയെടുത്താൽ മതി. ഇനി കുക്കർ എനിക്ക് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു സെയിം കുക്കറിൽ തന്നെയാണ് നമ്മൾ ഇനി ചോറ് വെക്കാനായിട്ട് പോകുന്നത്. അരിയൊക്കെ ഒന്ന് കഴുകി കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്തിലൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ അത് ഏൽപ്പിച്ചാൽ മതി ആ ഒരു 2 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യാനായിട്ട്. ഇന്ന് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയല്ലേ, അപ്പോൾ പിന്നെ ഇന്ന് നല്ല രീതിയിലൊന്ന് പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇന്നുണ്ടാക്കിയ എല്ലാം കൂട്ടാനും കൂടി കൂട്ടി ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിളിച്ചിട്ട് ഇനി കുറച്ച് നേരം ഇന്നത്തെ വ്ളോഗും യൂട്യൂബ് തംബ്നെയിലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം ഒന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയാൻഡസ് സൈനിങ് ഓഫ്.